ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെൻ ലൈഫ് ഗീവ്സ് യു ടാങ്ക്രൻ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 13th എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ മിയങ്ങിന്റെ യങ്ങുമായിട്ടുള്ള ബ്രേക്കപ്പിനൊക്കെ ശേഷം ഒരു കണക്കിന് മിയങ് സർവൈവ് ചെയ്ത് വരികയും അങ്ങനെ ഇരിക്കും ഒരു ദിവസം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗുയങ് അവളെ കണ്ടതും ഫോളോ ചെയ്തതും എന്നാൽ മീറ്റ് ചെയ്യാൻ പറ്റാത്തതും നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ 1997 കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് ഏസന്റെയും ഗ്വാൻസെക്കിന്റെയും രണ്ടാമത്തെ മകനായിട്ടുള്ള ഊൻ ഗ്യങ് ബൂവിന്റെ മകളായിട്ടുള്ള അവന്റെ ഗേൾഫ്രണ്ടും ആയിട്ട് റിലേഷൻഷിപ്പിലായതും അവൾ പ്രഗ്നന്റ് ആയിട്ട് ഇപ്പൊ അവരുടെ വീട്ടിലേക്ക് പുതിയ ഒരു വാവ ഉണ്ടായതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വാവയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഗ്വൻസിക്കിന്റെ അമ്മയും ഇപ്പൊ അവരോടൊപ്പം ഇരുന്നിട്ട് എല്ലാരും കൂടി ഫുഡ് കഴിക്കുന്ന സമയത്ത് കുഞ്ഞങ്ങ് ഇപ്പോ കല്യാണം ഒന്നും മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ലെങ്കിലും അവനിപ്പോ ദേ ഒരു ഭാര്യയും കുട്ടിയായിട്ട് പോലും യാതൊരു ഉത്തരവാദിത്വവും മര്യാദയ്ക്ക് ഒരു ജോലി പോലും ഇല്ലാണ്ട് ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്നൊക്കെ കാണുമ്പോൾ ഗ്വൻസിക്കിന്റെ അമ്മ ഇവന്റെ ഭാവി പരിപാടി എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് അവന്റെ ഭാവിയെല്ലാം ആലോചിച്ച് നല്ലൊരു ജോലി പോലും ഇല്ലാതെ അവൻ എങ്ങനെയാണ് തന്റെ ഭാര്യയും മകളെയും നോക്കാന്നൊക്കെ ആലോചിച്ച് ഏസിനും ഗ്വൻസിക്കും ഇപ്പൊ ആകെ വിഷമിച്ച് ആകെ വെറീഡായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഗ്വൻസിക്ക് അവനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവനാകട്ടെ ഇതൊന്നും ഒരു വിഷയമല്ലാത്ത മാതിരി ഇവര് പറയുന്നതൊന്നും തന്നെ മനസ്സിലാക്കാണ്ട് വളരെ കൂളായിട്ട് അതെടുത്തിട്ട് മര്യാദയ്ക്കുള്ള ഒരു ജോബിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാണ്ട് അവന്റെ ഫ്രണ്ടിന്റെ ഒപ്പം ഒരു ബിസിനസ് എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും അത് നടത്തിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും കാശുകാരനാവുന്നൊക്കെ ഇപ്പോ അവൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല പിന്നീട് അവൻ ഗ്വൻസിക്കിനെ നോക്കിയിട്ട് ഞാനൊരിക്കലും നിങ്ങളെപ്പോലെ ആവാനായിട്ട് ശ്രമിക്കുന്നില്ലെന്നും നിങ്ങളെപ്പോലെ ഒരു ജീവിതം എനിക്ക് വേണ്ടെന്നും ഒരു റെസ്റ്റോറൻറ്റിലേക്കൊക്കെ പോയിട്ട് നമ്മളൊരു 5 പേരുണ്ടെങ്കിൽ ഒരു 3 ഡിഷ് മാത്രം ഓർഡർ ചെയ്യുന്ന അത്രയും ഒരു ദാരിദ്ര്യത്തിലേക്ക് തനിക്ക് ഇറങ്ങാനായിട്ട് താല്പര്യമില്ലെന്നും ഇങ്ങനെ ഒരു ചെറിയൊരു റൂമിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വളരെ കൺജസ്റ്റഡ് ആയിട്ട് ജീവിക്കുന്നതും ഗ്വൻസിക്ക് കാരണമാണെന്നും താനൊരിക്കലും അങ്ങനെ ഗ്വൻസിക്കിനെ പോലെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് അവൻ അവന്റെ ഫ്രണ്ടിന്റെ ഒപ്പം എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടുന്ന ഇപ്പൊ അവരോട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് സ്വന്തം മകൻ വൻസിക്കിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ കാശ് കുറഞ്ഞതിന്റെ പേരിൽ അവൻ അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നൊക്കെ കേട്ട് വൻസിക്കിനാകട്ടെ ആകെ വിഷമമായിട്ട് അവനാകെ ബ്രോക്കൺ ആയിട്ട് ഇരിക്കുന്നത് ഏസനും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു വഴക്കിന് ശേഷം പിന്നീട് ഉണ്മിയങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഏസൻ അവനെ ചെന്ന് കണ്ടിട്ട് നിന്റെ അച്ഛൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി വൻസിക്കിന്റെ മാക്സിമം തന്നെ ചെയ്യുന്നുണ്ടെന്നും എന്നിട്ട് നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അയാളെ ട്രബിൾ ചെയ്യരുതെന്നും ഇപ്പൊ ഉണ്മിയങ്ങനോട് പറയുന്നതിന്റെ ഇടയിലാണ് അവന്റെ ഭാര്യ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു കുഞ്ഞിനെ കുറച്ചു നേരം പിടിക്കാമോ എന്ന് അവന്റെ അടുത്ത് ചോദിക്കുന്നത്. ഇത് കേട്ട് ഏസൻ പെട്ടെന്ന് തന്നെ ആ ഒരു വാവേനെ വാങ്ങിയിട്ട് അവളുടെ കയ്യിൽ പിടിക്കുമ്പോൾ അവിടെ ദൂരെയായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാറിൽ നിന്ന് ആരോ എത്തി നോക്കുന്നതും ഏസൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു കാറിലുള്ളത് ഈ ബൂവിന്റെ ഭാര്യയും ഏസന്റെ മരുമകളുടെ അമ്മയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഏസൻ ഇപ്പോൾ ആ ഒരു കൊച്ചിനെയും കൊണ്ടിട്ട് ആ ഒരു കാറിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ അമ്മയ്ക്ക് ആ ഒരു കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് കാണുന്ന ആ ഒരു സ്ത്രീ ആകട്ടെ തങ്ങളുടെ മകൾക്ക് മര്യാദയ്ക്ക് ഒരു കല്യാണം നടക്കുന്നത് തങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെന്നും ഇപ്പതാ അവളുടെ പേരക്കുട്ടീനെ കാണാനായിട്ട് ഇങ്ങനെ ഒളിച്ചും പാത്തും വരേണ്ട ഒരു ഗതികേടാണ് തനിക്കെന്നും ഏസന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഏസനാകട്ടെ അവന്റെ മകനായിട്ടുള്ള യോൺമങ് ഇപ്പോ അത്ര നല്ല കണ്ടീഷനിലല്ല പോകുന്നതെങ്കിലും അധികം വൈകാതെ തന്നെ അവൻ നല്ലൊരു ജോലി കണ്ടുപിടിച്ച് അവന്റെ ഭാര്യയും കുട്ടിയും നന്നായിട്ട് നോക്കുന്നു ആ ഒരു ലേഡിയുടെ അടുത്ത് പറഞ്ഞ് അവനെ പ്രതി നിങ്ങൾ ആരും വിഷമിക്കണ്ടെന്ന് പറയുമ്പോൾ യുൺമിയോങ്ങിന്റെ കാര്യം ആലോചിച്ച് തങ്ങൾക്ക് ടെൻഷനൊന്നും ഇല്ലെന്നും കാരണം അവനവന്റെ അച്ഛനായിട്ടുള്ള ഗ്വൻസിക്കിനെ പോലെയാണെന്നും ഇപ്പൊ ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്. കാരണം ചെറുപ്പം മുതലേ തന്നെ ഗ്വൻസിക്ക് എങ്ങനെയാണ് ഏസിനെ ട്രീറ്റ് ചെയ്തതെന്നും അവരുടെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് വന്നപ്പോഴും ഗ്വൻസിക്ക് ഇപ്പോഴും അവളുടെ ഒപ്പം നിന്നെന്നൊക്കെ ഈ ഒരു ലേഡി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഏസിന് ഈ ഒരു കാര്യത്തിൽ എന്തൊരു ലക്കിയാണെന്നും അതുപോലെ അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ബൂവിനെ പോലെ ഒരാളുടെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വന്നതെന്നും താൻ ചിന്തിക്കാറുണ്ടെന്ന് ഇപ്പൊ ആ ഒരു ലേഡി ഏസിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഏസനാകട്ടെ തങ്ങളുടെ മകള് ഏസിന്റെ വീട്ടിൽ വളരെ സേഫ് ആയിരിക്കുമെന്നും ഞാൻ അവളെ ഒരിക്കലും കഷ്ടപ്പെടുത്താതെ സ്വന്തം മകളായിട്ട് കണ്ടു നോക്കുമെന്നും മാത്രമല്ല എപ്പോ വേണമെങ്കിലും തന്റെ പേരക്കുട്ടിയെ കാണാനായിട്ട് തങ്ങൾക്ക് ആ ഒരു വീട്ടിലേക്ക് വരാമെന്നും ആ ഒരു ലേഡിയെ പറഞ്ഞ് അവൾക്ക് പ്രോമിസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നത് സൗത്ത് കൊറിയയിലെ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയതും വലിയതുമായിട്ടുള്ള കമ്പനീസ് എല്ലാതും നഷ്ടത്തിലായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്സിനെ എല്ലാവരും അവർ പിരിച്ചുവിടുകയും അതിന്റെ ഭാഗമായിട്ട് അവിടെ അൺഎംപ്ലോയ്മെന്റ് വളരെയധികം കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമൂലം തന്നെ നമ്മുടെ ബാങ്കിന്റെ ജോലിയും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ പിന്നീട് വേറെ ഒരുപാട് ജോലികളിലേക്ക് സെലക്റ്റഡ് ആവാനായിട്ട് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവരുടെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാരണം കൊണ്ട് എല്ലാവരും അപ്പോൾ അവളെ റിജക്ട് ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം അവളൊരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് പണ്ട് അവൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു തിയേറ്ററിനെ വളരെ യാദൃശ്ചികമായിട്ട് കണ്ടിട്ട് ഇന്ന് ആ ഒരു തിയേറ്ററിന്റെ ലാസ്റ്റത്തെ ദിവസമാണെന്നും നാളെ മുതൽ ആ ഒരു തിയേറ്റർ ക്ലോസ്ഡ് ആകുമെന്ന് അറിഞ്ഞിട്ട് എന്നാ പിന്നെ ലാസ്റ്റ് ആയിട്ട് പോയിട്ട് ആ ഒരു തിയേറ്ററിൽ ചെന്ന് ഒരു സിനിമ കാണാമെന്ന് ഇപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവള് ആ ഒരു തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്നതിന്റെ ഇടയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ മിലിറ്ററി സർവീസിന് ശേഷം ഗോ യോങ്ങും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അവര് ഒരേ റോള് തന്നെ ഇരുന്നിട്ടും പരസ്പരം അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു മൂവിക്ക് ശേഷം
അവൻ തിയേറ്ററിന് പുറത്തിറങ്ങുമ്പോഴാണ് പണ്ടത്തെ ആ ഒരു തിയേറ്ററിന്റെ ഓണർ വന്നിട്ട് നീ മ്യങ്ങിനെ കണ്ടില്ലേന്നും മനഃപൂർവ്വം തന്നെ മ്യങ്ങിന്റെ അതേ റോള് ഞാൻ നിനക്ക് സീറ്റ് തന്നിട്ട് പോലും നീ അവളെ കണ്ടില്ലേന്നും ചോദിക്കുമ്പോൾ അപ്പോഴാണ് മ്യങ് അവിടെ വന്നൊരു കാര്യം അറിഞ്ഞിട്ട് അവൻ വേഗം തന്നെ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു ബസ്സിലായിട്ട് മ്യങ് ഇരിക്കുന്നത് ഇപ്പൊ അവൻ കാണുന്നുണ്ട്. അങ്ങനെ അവൻ ഓടി ആ ഒരു ബസ്സിന്റെ അടുത്തേക്ക് പോവാൻ നിൽക്കുന്ന നേരം ആകുമ്പോഴേക്കും ആ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അവൻ ആ ഒരു ബസ്സിനെ ഫോളോ ചെയ്ത് അതിന്റെ പുറകെ ഓടി പോകുന്നുണ്ടെങ്കിലും കുറെ ഓടുമ്പോൾ അവൻ തളർന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജീവിതത്തിൽ നമുക്ക് ആ കൂടി കുറഞ്ഞ അവസരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും അത് നമ്മൾ മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമുക്ക് വലിയൊരു മിസ്സിംഗ് ആവുമെന്നും തിരിച്ചറിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം തനിക്ക് അങ്ങനെ മിസ്സായെന്നും ഈ പ്രാവശ്യം എന്തായാലും മിസ് ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്നും ഉറപ്പിച്ചിട്ട് വീണ്ടും സ്പീഡിൽ ആ ഒരു ബസ്സിന്റെ പുറകെ ഓടിയിട്ട് ലാസ്റ്റ് ആ ഒരു ബസ്സിൽ കയറുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അങ്ങനെ നോക്കിയിട്ട് അവൻ ഒരുപാട് നേരം ക്രൗഡഡ് ആയിട്ടുണ്ടായിരുന്ന ബസ്സിൽ നിന്നിട്ട് പയ്യെ പയ്യെ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ആ ഒരു ബസ്സിൽ വേറെ ആരും ഇല്ലാതെ ഇരുന്നൊരു സമയത്ത് ഗുയങ്ങിപ്പ ചേർന്ന് അവളുടെ ഫ്രണ്ടിലായിട്ടൊരു സീറ്റിൽ ഇരുന്നിട്ട് ഉറങ്ങുന്ന മിയങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ മിയങ്ങ് ആകെ ഷോക്ക്ഡ് ആയിട്ട് അവനെ കാണുമ്പോൾ ആദ്യം അവളൊന്ന് ഷോക്ക്ഡ് ആവുന്നുണ്ടെങ്കിലും പിന്നീട് അത് പണ്ട് തന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു ഗുയങ്ങാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് കഴിഞ്ഞ് പരസ്പരം കണ്ട സന്തോഷത്തിൽ രണ്ടുപേരും ഇപ്പൊ ഒരു റെസ്റ്റോറന്റിലേക്കൊക്കെ പോയിട്ട് ഡിന്നർ കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു സമയത്ത് അവന്റെ ലുക്കൊക്കെ ചേഞ്ച് ആയതും ഇപ്പൊ തനിക്ക് വേറൊരു ആർട്സ് അക്കാഡമിയിൽ വളരെ നല്ലൊരു ജോലി ഉണ്ടെന്നും നന്നായിട്ട് സാലറി ഉണ്ടെന്നൊക്കെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഒട്ടും തന്നെ ലാഗ് അടുപ്പിക്കാതെ നേരെ തന്നെ അവൻ എല്ലാ ദിവസവും ഈ ഒരു തിയേറ്ററിലേക്ക് വരാറുണ്ടെന്നും ഓരോ സമയത്ത് ഈ ഒരു തിയേറ്ററിലേക്ക് വരുമ്പോഴും എന്നെങ്കിലും മ്യങ് അവിടേക്ക് എത്തുമെന്നും മ്യങ്ങുമായിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്നും അവനിപ്പോൾ തുറന്ന് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല പണ്ട് അവൾക്ക് ഓൾറെഡി യങ്ങുമായിട്ട് റിലേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും അവൻ അവളോട് ചെറിയൊരു ക്രഷ് ഉള്ളതായിട്ടും അവളെ വീട്ടിലേക്ക് എല്ലാ ദിവസമായിട്ട് തിരിച്ചു കൊണ്ടുവന്നാക്കുമ്പോൾ ഒരിക്കലെങ്കിലും അവളുടെ കൈയൊന്ന് പിടിക്കാനായിട്ടും അവൻ ആഗ്രഹിച്ചു എന്നും അവനിപ്പോൾ അവളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് തുറന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ചെറുതായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ഫിറ്റ് ആകുന്ന മ്യങ്ങിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ബോട്ടിൽ താഴെ വീണ് അത് പൊട്ടിപ്പോകുമ്പോൾ അവളുടെ കൈ ഹേർട്ട് ആവരുതെന്ന് വിചാരിച്ച് ഗോയിങ് തന്നെ അവളുടെ അടുത്ത് പോയിട്ട് ഇരുന്ന് വളരെ സേഫ് ആയിട്ട് അവളിപ്പോൾ പ്രൊട്ടക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ രണ്ടുപേരും പരസ്പരം കൈ പിടിച്ചിരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ മ്യങ്ങും അവരുടെ ഫീലിങ്സിനെ ആക്സെപ്റ്റ് ചെയ്ത കാര്യം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കുറച്ച് നാളത്തെ ഡേറ്റിങ്ങിനൊക്കെ ശേഷം അവള് ഈ ഗുയങ്ങിന്റെ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയാമെന്ന് തീരുമാനിച്ച് പണ്ട് അവള് ഡിപ്രസ്ഡ് ആയിരുന്ന സമയത്ത് ഗ്വൻസിക്ക് എങ്ങനെയാണോ അവളെന്ന് കടല് കാണിക്കാനായിട്ട് കൊണ്ടുപോയത് അതുപോലെ നമ്മുടെ ഗോയങ്ങും ഇതുപോലൊരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അവനെ ആ ഒരു കടലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അങ്ങനെ ഫൈനലി ഗ്വൻസിക്കും ഗൂയങ്ങും പരസ്പരം കാണുന്നുണ്ടെങ്കിലും ആ ഒരു കടലിൽ വെച്ച് ഗൂയിങ്ങിന് സീസിക്കായിട്ട് അവനാകെ വൊമിറ്റ് ചെയ്ത് വയ്യാതെ തളർന്നിരിക്കുമ്പോഴും ഒന്ന് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോഴും അവൻ ഇപ്പോഴും മ്യങ്ങിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനായിട്ട് അവൾ ഓരോ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ അവളെ ഫോളോ ചെയ്ത് നടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഗ്വൻസിക്കാകട്ടെ അവനെ കമന്റ് അടിച്ച് നീ എന്തിനാണ് അവളെ എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്ത് നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ തനിക്ക് എത്ര വയ്യെങ്കിലും അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് തന്റെ ഡ്യൂട്ടി ആണെന്നും അവളെങ്ങാനും വെള്ളത്തിലേക്ക് വീണാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവനിപ്പോൾ അവളെ ഫോളോ ചെയ്യുന്നതെന്നും പറയുമ്പോൾ ഇത് കേട്ട് അവൻ എത്രമാത്രം മ്യങ്ങനെ കെയർ ചെയ്യുന്നുണ്ടെന്ന് ഗ്വൻസിക്കിനും മനസ്സിലാകുന്നുണ്ട്. പിന്നെ തിരിച്ച് അവർ വീട്ടിലേക്ക് എത്തിയിട്ട് ഇതൊക്കെ സംസാരിക്കുമ്പോഴും നമ്മുടെ ഗോയങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ എപ്പോഴും ഇങ്ങനെ ഒരു സൈലന്റ് ആയി ഇരുന്ന് സീസിക്കായി ആൽക്കഹോൾ കഴിച്ച് പെട്ടെന്ന് ഫിറ്റ് ആവുന്ന ഒരു ക്യാരക്ടറൊക്കെ ആണെങ്കിലും ഇപ്പോഴും മ്യങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവൻ എപ്പോഴും കൂടെ നിൽക്കുന്നുണ്ട്. ഗ്വൻസിക്കിനും അവിടെ ഉണ്ടായിരുന്ന ഏസനും ഒരു ആന്റീസിനും ഒക്കെ എത്രമാത്രം ഗോയങ് മ്യങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ മ്യങ്ങൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗോയങ്ങും അവളുടെ ഒപ്പം ഇറങ്ങിയിട്ട് അവളെ വീണ്ടും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന മ്യങ് ആകട്ടെ അവൻ ചെയ്യുന്നതെല്ലാം തനിക്ക് ആക്സെപ്റ്റബിൾ ആണെങ്കിലും ഗ്വൻസിക്കും ഏസനും സമ്മതിക്കാത്ത ഒരു കല്യാണത്തിന് നിന്ന് തരാനായിട്ട് എനിക്കൊരിക്കലും പറ്റില്ലെന്നും പറഞ്ഞ് അവളിപ്പോൾ പോകുന്നുണ്ട്. ഇനി ഇതും കൂടി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഗ്വൻസിക്കിനെ ഇംപ്രസ് ചെയ്യണമെന്ന് വിചാരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ അവന് സ്ട്രിമ്പൊക്കെ മുറിച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയം അവന്റെ ആ ഒരു ഫീലിങ്സ് ഒക്കെ ഏസനും ഗ്വൻസിക്കിനും ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞിരുന്നു. മാത്രമല്ല ഈ ഗൂയങ്ങിന്റെ അമ്മയാകട്ടെ മുമ്പേ തന്നെ മ്യങ്ങിനെ അറിയാവുന്നതുകൊണ്ടും ഒരിക്കല് ഗൂയങ്ങിന് മ്യങ് ഹെൽപ്പ് ചെയ്തപ്പോൾ മുതൽ അവളോടുള്ള ആ ഒരു സ്നേഹം കാരണം അവരമ്മ അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തതും ഇപ്പതേ മ്യങ്ങിനായിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തതൊക്കെ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഇപ്രാവശ്യം ഗൂയിങ്ങിന്റെ ഫാമിലി പോലും അവളെ മര്യാദയ്ക്കാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഫൈനലി അങ്ങനെ ഏസനും ഗ്വൻസിക്കും കൂടിയിട്ട് അവരെ രണ്ടുപേരുടെയും കല്യാണത്തിന് ഇപ്പൊ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സന്തോഷത്തിൽ ഇപ്പതാ ഒരു ബ്രൈഡായിട്ട് ഞങ്ങളിപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അണിഞ്ഞൊരുങ്ങി ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൾ അവിടേക്ക് എത്തുന്ന സമയത്താണ് അവിടേക്ക് അവളുടെ എക്സ് ആയിട്ടുള്ള യങ് വന്നിട്ട് ഒരു നോക്ക് അവളെ ലാസ്റ്റ് ആയിട്ട് കണ്ടതിന് ശേഷം താനൊരിക്കലും ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് പിന്നീട് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് മാരേജിന്റെ സമയമാവുമ്പോൾ ഇപ്പം യങ് ആകട്ടെ ഗ്വൻസിക്കിന്റെ കൈയും പിടിച്ചിട്ട് ചർച്ചിലേക്ക് നടക്കാനായിട്ട് തയ്യാറാവുമ്പോൾ പണ്ട് മുതലേ തന്നെ യങ്ങിന്റെ ഓരോ വളർച്ചയിലും ഗ്വൻസിക്ക് അവളുടെ ഒപ്പം നിന്ന് അവളെ മോട്ടിവേറ്റ് ചെയ്ത് ആരൊക്കെ തന്റെ ഒപ്പം ഇല്ലെങ്കിലും എപ്പോഴും അവളുടെ അച്ഛനായിട്ടുള്ള ഗ്വൻസിക്ക് തന്റെ ഒപ്പം ഉണ്ടാവുമെന്ന് അവളോട് എപ്പോഴും പ്രോമിസ് ചെയ്ത് കൊടുക്കാറുള്ളതും അവളുടെ
അവളുടെ ഓരോ അപ്സ് ആൻഡ് ഡൗൺസിലും ഗ്വൻസിക്കും ഏസനും എപ്പോഴും അവളുടെ ഒപ്പം നിന്നതൊക്കെ ആലോചിച്ച് ഇപ്പൊ അവളും ഗ്വൻസിക്കും വളരെ ഇമോഷണൽ ആയിട്ട് ആകെ ടിയറപ്പ് ആകുന്നുണ്ട്. അങ്ങനെ ഗ്വൻസിക്ക് അവളുടെ കൈയും പിടിച്ചിട്ട് ലാസ്റ്റ് ആ ഒരു ചർച്ചിലേക്ക് കയറിയിട്ട് അവന്റെ മരുമകനായിട്ടുള്ള ഗൂയിങ്ങിനെയും ഹഗ് ചെയ്ത് അവനെ ആക്സെപ്റ്റ് ചെയ്ത് അവന് നമ്മുടെ മ്യങ്ങിന്റെ കൈയും പിടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവരുടെ വെഡിങ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇവരുടെ ജീവിതത്തിൽ ഉടനീളം ഇവരോട് ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്ന് അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്റെ മകള് ഇപ്പോഴും വലുതായിട്ടും അവൾ തനിക്ക് എന്നും ഒരു കുഞ്ഞു കുട്ടിയാണെന്ന് ഓർത്ത് അവൾ ഇത്രയും വലുതായി ഇപ്പതാ അവളുടെ കല്യാണം കൂടിയായി എന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഗ്വൻസിക്ക് ഇപ്പോൾ ആകെ ഇമോഷണൽ ആയിട്ട് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ട് മ്യങ്ങിന് വിഷമാകുമ്പോൾ ഗൂയി അങ്ങ് അവളെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷപൂർവ്വം തന്നെ അവരുടെ ആ ഒരു വെഡിങ് ഒക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് തന്നെ മ്യങ്ങിനെ കല്യാണം കഴിപ്പിച്ചു എന്ന സന്തോഷത്തില് ഏസനും ഗ്വൻസിക്കും ഊൺമിയാങ്ങും അവന്റെ ഭാര്യയൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് എത്രയൊക്കെ സന്തോഷം ഉണ്ടായാലും ഉടനെ തന്നെ എന്തെങ്കിലും ഒരു സങ്കട വാർത്തയും നമ്മൾ തേടി എത്തുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഈ ഒരു സന്തോഷങ്ങൾക്കൊക്കെ ഇടയിൽ എന്തോ ബാഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് 2 പോലീസുകാർ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഊൺമിയോങ്ങിനെ പിടിച്ച് അവനോട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ മ്യങ്ങിന്റെ കല്യാണം കഴിഞ്ഞ് അവരൊന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കെ തന്നെ വീണ്ടും അവരുടെ ഫാമിലിയിൽ എന്തോ ഒരു ഡിസാസ്റ്റർ കൂടി ഉണ്ടായിട്ടുണ്ട്. സോ അതെന്താണ് അടുത്ത എപ്പിസോഡിൽ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രാമ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റുകൾ വഴി ഞങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.